എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ DHSC റിസൾട്ട്സ് 2024, അതുപോലെ DHSC NSQF റിസൾട്ട്സ് 2024, VHSC റിസൾട്ട്സ് 2024 എന്നിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് റിസൾട്ടാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ റോൾ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട്, അതായത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു സിമ്പൽ കാണാം. ആ ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ കോഡ് നൽകാനുള്ള ഒരു പേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് സ്കൂൾ കോഡ് ആദ്യം നോക്കണം. സ്കൂൾ കോഡ് dhsc-kerala.gov.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ലഭ്യമാകുന്നതായിരിക്കും. ഏകദേശം 130 എന്നുള്ള രീതിയിൽ ആണ് അതായത് 1 ആണ് ആദ്യം തുടങ്ങുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്കൂളിൻ്റെ കോഡ് നൽകിയിട്ട് ആ ഒരു സ്കൂളിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുകയാണ്, ജസ്റ്റ് സാമ്പിളായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 130.01 എന്നുള്ള ഒരു സ്കൂളിൻ്റെ കോഡാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകി. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകിയ ശേഷം ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ആ ഒരു വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ചില വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് നൽകിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ കമ്പാർട്ട്മെൻ്റലായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അവരുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു അതായത് ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നെയിം കാണാം, അതുപോലെ റോൾ നമ്പർ കാണാം, അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പാണ്, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആയാലും അല്ലെങ്കിൽ ബയോളജി സയൻസ് ആയാലും സയൻസ് എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിക്കും ലഭിച്ച മാർക്ക്, ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിന് D ഗ്രേഡാണ് കിട്ടിയുള്ളത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സൈഡിൽ തന്നെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം NHS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ്, അതായത് തുടർ പഠന യോഗ്യത ഇല്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ EHS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. EHS എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെ EHS എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരാണ് ഈ ഒരു ഹയർ സ്റ്റഡീസിന് പാസ്സായിട്ടുള്ള, അതായത് +2 ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു രീതിയിൽ ചെക്ക് അനദർ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് ആ സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.